പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാൽ. പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. പഴി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 19 വാക്യം. അവൻ എൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്നു ചേരും, അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ സമ്പത്തും മഹത്വവും സ്ഥിരമായതല്ല. ഒരുവൻ എത്ര സമ്പന്നനായാലും ഒടുവിൽ അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയിലേക്ക് പോകും. ജീവിതത്തിലെ പദവിയും സമ്പത്തും മരണത്തിനു ശേഷം നമ്മെ രക്ഷിക്കുകയില്ല. വെളിച്ചം കാണുകയില്ല എന്നത് ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ജീവിതത്തെ സൂചിപ്പിക്കുന്നു. ദൈവസന്നിധിയിലുള്ള വെളിച്ചമാണ് യഥാർത്ഥ ജീവൻ. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ ആത്മീകമായി ഇരുട്ടിലായിരിക്കും. ഭൂമിയിലെ ജീവിതം ഒരു നിത്യ ജീവിതത്തിനുള്ള ഒരുക്കമാണ്. നാം ഇവിടെ പരദേശികളാണ്. ഒരു നാൾ നാം ഇവിടം വിട്ട് പോകേണ്ടവരാണ്. ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുന്നവർക്ക് ആത്മീയ വെളിച്ചം ലഭിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തോടൊപ്പം നടക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, സമ്പത്ത്, പ്രശസ്തി, അധികാരം എന്നിവ എന്നും നിലനിൽക്കുന്നതല്ല. അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ വിശ്വാസം വയ്ക്കുന്നവർ ദൈവം നൽകുന്ന രക്ഷയുടെ ഉടമകളായി മാറ്റപ്പെടും. ഈ വാക്യം നമ്മെ ഒരു ഗൗരവകരമായ സത്യത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യൻ്റെ മഹത്വം നിത്യമല്ല, ദൈവസന്നിധിയിലുള്ള ജീവിതമാണ് നിത്യമായത്. നാം ഇന്ന് വെളിച്ചത്തിലാണോ അതോ ആത്മീക ഇരുട്ടിലോ? ദൈവത്തെ അറിയാതെ ജീവിച്ചാൽ ആത്മീക ഇരുട്ടിൽ നാം ആയിത്തീരും. എന്നാൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്നവർക്ക് വെളിച്ചത്തിൽ ജീവിക്കുവാൻ സാധിക്കും. ഈ നാളുകളിൽ വെളിച്ചത്തിൽ ജീവിക്കുന്നവരായി നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോടൊപ്പം സഞ്ചരിച്ച് ആത്മീയ വെളിച്ചം പ്രാപിപ്പാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.